ഇതുവരെ നമ്മൾ കണ്ട സെൻറ്റൻസസ് എങ്ങനത്തെയായിരുന്നു? ഇതൊരു പുസ്തകമാണ്, ഇവ പൂക്കളാണ്, ഞാൻ ഉയരമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നതായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നില്ല, ഒരവസ്ഥയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളവിടെ ആം, ഇസ്, ആർ എന്നൊക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ ശ്രദ്ധിക്കൂ. ഞാൻ ഇഡ്ഡലി കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രവൃത്തിയെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ഈറ്റ് ഇഡ്ലീസ് ആണല്ലോ. ഐ ഈറ്റ് ഇഡ്ലീസ്. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല എന്നാണ്. അപ്പം മുൻപ് ഞാൻ പറഞ്ഞു അല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ നോട്ട് എന്നൊരു വാക്ക് ചേർത്താൽ മതിയെന്ന്. ആം, ഇസ്, ആർ ഒക്കെ കഴിഞ്ഞിട്ട് നോട്ട് എന്ന് ചേർത്താൽ മതി എന്നല്ലേ? പക്ഷെ ഇവിടെ ആം, ഇസ്, ആർ ഒന്നും ഇല്ലല്ലോ. ഐ ഈറ്റ് ഇഡ്ഡലീസ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണ് മലയാളത്തിൽ? ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ കഴിക്കാറില്ല എന്നുള്ളൊരർത്ഥം കിട്ടാൻ ഞാൻ നോട്ട് എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഐ നോട്ട് ഈറ്റ് ഇഡ്ഡലീസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വേറൊരു വാക്ക് കൂടെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ 2 വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഡു, ഡസ്. ഇതിലേതാണ് ഈ സെൻറ്റൻസിൽ യോജ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ വേർബ്, ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കൊന്ന് നോക്കൂ. സെൻറ്റൻസിൽ ഐ ഈറ്റ് ഇഡ്ഡലീസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈറ്റ്സ് എന്നല്ലല്ലോ, ഈറ്റ്. വേർബ് മാത്രമേ ഉള്ളൂ, എസ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയൂ, ഇവിടെ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടത്? ഡു അല്ലേ? കാരണം നമ്മുടെ വേർബിൻ്റെ കൂടെ എസ് ഇല്ല. അതുകൊണ്ട് തന്നെ എസ് ഇല്ലാത്ത ഡൂവിനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ ഡു നോട്ട് ഈറ്റ് ഇഡ്ഡലീസ്. ഐ ഡു നോട്ട് ഈറ്റ് ഇഡ്ഡലീസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വന്നു, ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല. ഇനി അടുത്തത്, ഗീത ഇഡ്ഡലി കഴിക്കാറുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞ എന്നെ പറ്റി, ഇത് ഗീതയെ പറ്റി. അപ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഗീത ഈറ്റ്സ് ഇഡ്ഡലീസ്. കണ്ടോ, ഗീത ഒരാളായതുകൊണ്ട് ഞാൻ ഈറ്റ്സ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ആ വേർബ് ഈറ്റിൻ്റെ കൂടെ ഞാൻ എസ് ചേർത്തിട്ടുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഇത് ഇല്ല എന്ന് പറയാൻ ഞാൻ എങ്ങനെയാണ് പറയുക? ഗീത ഡസ് നോട്ട് ഈറ്റ് ഇഡ്ഡലീസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായില്ലേ? ഗീത ഈറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് നെഗറ്റീവ് ആക്കാൻ, ഇല്ല എന്നാക്കാൻ ഞാൻ ഗീത ഡസ് നോട്ട് ഈറ്റ് ഇഡ്ഡലീസ് എന്ന് പറയും. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സെൻറ്റൻസിൽ ഗീത ഈറ്റ്സ് എന്നായിരുന്നു അല്ലേ? അതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ എഴുതിയെന്ന് നോക്കൂ. ഗീത ഡസ് നോട്ട്, പക്ഷേ ഇനി ഈറ്റ്സ് ഇല്ല കേട്ടോ, ഈറ്റേ ഉള്ളൂ. കാരണം ഇവിടെ ഞാൻ ഡസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു, അവിടെ എസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈറ്റിനോട് വീണ്ടും എസ് വേണ്ട. അപ്പോൾ ഗീത ഡസ് നോട്ട് ഈറ്റ് ഇഡ്ഡലീസ്. ഇനി അടുത്തത്, ഞാൻ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക്. അപ്പോൾ എന്താ പറയുക? ഐ ഡ്രിങ്ക് ടീ. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ ചായ കുടിക്കാറില്ല എന്നാണ്. ഡു ആണോ ഡസ് ആണോ ഉപയോഗിക്കുക? ഐ ഡ്രിങ്ക്, അവിടെ എസ് ഇല്ല, അതുകൊണ്ട് ഡു ഉപയോഗിക്കണം. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. അപ്പോൾ ഇവിടെ നമുക്ക് ചുരുക്കി പറയാം കേട്ടോ. ഡു നോട്ട് എന്നുള്ളതിന് നമുക്ക് ഡോണ്ട് എന്ന് ഷോർട്ടൻ ചെയ്ത് ചുരുക്കി പറയാം. എന്തായി? ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. അടുത്തത്, ഞാൻ സയൻസ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സയൻസ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതിന് ടീച്ച് എന്നല്ലേ പറയുക? എന്താ പറയുക? ഐ ടീച്ച് സയൻസ്. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ സയൻസ് പഠിപ്പിക്കാറില്ല. അപ്പോൾ എന്താ പറയുക? ഐ ഡു നോട്ട് ടീച്ച് സയൻസ്. മറക്കരുത്, അത് നമുക്ക് ചുരുക്കി പറയാം. ഐ ഡോണ്ട് ടീച്ച് സയൻസ്. മുൻപ് നമ്മളൊരു സെൻറ്റൻസ് കണ്ടു, ഗീതയെ പറ്റി പറയുന്നത്, ഒരാളെ പറ്റി പറയുന്നത്. അതേപോലെ വേറൊരു സെൻറ്റൻസ്, അവൻ വയലിൻ വായിക്കാറുണ്ട്. എന്താ പറയുക? ഹീ പ്ലേസ് വയലിൻ. വയലിൻ വായിക്കുക എന്നുള്ളതിന് പ്ലേ വയലിൻ എന്നാട്ടോ പറയുക. ഹീ പ്ലേസ് വയലിൻ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് അവൻ വയലിൻ വായിക്കാറില്ല എന്നാണ്. അപ്പോൾ ഇവിടുത്തെ വേർബ് നോക്കൂ, ഹീ പ്ലേസ്, എസ് ഉണ്ട്. അപ്പോൾ ഡു ആണോ ഡസ് ആണോ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡസ് അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ പറയാം? ഹീ ഡസ് നോട്ട് പ്ലേ വയലിൻ, അതായത് ഹീ ഡസൻറ്റ് പ്ലേ വയലിൻ. ഇനി അടുത്തത്, അവൾ പണം സമ്പാദിക്കുന്നുണ്ട്. അതിനെന്താ പറയുക നമ്മൾ? ഷീ സേവ്സ് മണി. സമ്പാദിക്കുക എന്നുള്ളതിന് സേവ് എന്ന് പറയാം. അപ്പോൾ ഷീ സേവ്സ് മണി. അവിടെ കണ്ടല്ലോ, വേർബിൻ്റെ കൂടെ എസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണത് സമ്പാദിക്കുന്നില്ല എന്ന് പറയുക? ഷീ ഡസൻറ്റ് സേവ് മണി. ഇനി അടുത്തത്, ഞങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്നുള്ളതിന് വി, ഇഷ്ടമാണെന്ന് പറയാൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പം എന്തായി? വി ലൈക്ക് ബിരിയാണി. ഇനി പറയേണ്ടത് ഞങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ നോക്കൂ, ആ വേർബ് ലൈക്ക് എന്നാണ്, എസ് ഇല്ല. അപ്പോൾ ഡസ് വേണ്ടല്ലോ, ഡു പോരെ. എന്ത് പറയും? വി ഡു നോട്ട് ലൈക്ക് ബിരിയാണി. അപ്പോൾ ഡു നോട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ചുരുക്കി ഡോണ്ട് എന്ന് പറയാം. മുൻപ് നമ്മൾ കണ്ടില്ലേ ഐയുടെ കൂടെ, അതേപോലെ. അപ്പോൾ വി ഡോണ്ട് ലൈക്ക് ബിരിയാണി എന്ന് പറയാം. ഇനി അടുത്തത്, നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നു.
അപ്പോൾ അതിനെന്ത് ഇംഗ്ലീഷിൽ പറയാം? യു വർക്ക് ഹാർഡ്. ഇനി ഇതില്ല എന്ന് പറയണം, നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നില്ല. അപ്പം എന്താ പറയുക? യു ഡു നോട്ട് വർക്ക് ഹാർഡ്. എന്തുകൊണ്ട് ഡു ഉപയോഗിച്ചെന്ന് അറിയാലോ? ഞാൻ വർക്ക് എന്നാണ് പറഞ്ഞത്, വേർബ്, വർക്ക്സ് അല്ല. അപ്പോൾ ഡു നോട്ട് പറഞ്ഞു. യു ഡു നോട്ട് വർക്ക് ഹാർഡ് അല്ലെങ്കിൽ യു ഡോണ്ട് വർക്ക് ഹാർഡ്. അപ്പോൾ ഇതോ, അവർക്ക് ഫ്രഞ്ച് അറിയാം, ഭാഷയെ പറ്റി പറയാം. അപ്പോൾ അറിയാം എന്നുള്ളതിന് നമുക്ക് നോ എന്ന് പറയാം. ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. KNOW എന്നാണ് സ്പെല്ലിംഗ്, പക്ഷെ നമ്മൾ കെ പറയില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചില വാക്കുകളുണ്ട്, ആ അക്ഷരങ്ങൾ ചിലപ്പോൾ നിശബ്ദരായിരിക്കും, സൈലന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ദേ നോ ഫ്രഞ്ച് എന്ന് പറയും. ഇനി എനിക്ക് പറയേണ്ടത് അവർക്ക് ഫ്രഞ്ച് അറിയില്ല എന്നാണ്. അപ്പോൾ വേർബ് നോക്കൂ, നോസ് എന്നല്ല ഞാൻ പറഞ്ഞേ, നോ. അപ്പോൾ എന്ത് പറയും? ദേ ഡു നോട്ട് നോ ഫ്രഞ്ച്, അതായത് ദേ ഡോണ്ട് നോ ഫ്രഞ്ച്. അപ്പോൾ ഇവിടെയോ ഞാൻ രണ്ട് വ്യക്തികളെ പറ്റി പറയാം. മീരയും രമയും നന്നായി പഠിക്കുന്നുണ്ട്. എന്താ പറയുക? മീര ആൻഡ് രമ സ്റ്റഡി വെൽ. കേട്ടോ, ഞാൻ സ്റ്റഡി എന്ന് പറഞ്ഞ അവിടെ എസ് ചേർത്തില്ല, കാരണം രണ്ടുപേരില്ലേ. അപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മതി. ഇനി അവർ പഠിക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ എന്ത് പറയും? മീര ആൻഡ് രമ, ശ്രദ്ധിക്കണം കേട്ടോ, ഡു നോട്ട് സ്റ്റഡി വെൽ. അപ്പോൾ ചെറുതാക്കി എന്ത് പറയും ഞാൻ? മീര ആൻഡ് രമ ഡോണ്ട് സ്റ്റഡി വെൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? നമ്മൾ എന്നെ പറ്റി തന്നെ, അതായത് ഐ, അല്ലെങ്കിൽ നമ്മളെ പറ്റി വി, അവരെ പറ്റി ദേ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി യു ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ പ്രവൃത്തിയെ പറ്റി പറയുന്ന വാക്കുണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കില്ല. അപ്പോൾ ഈറ്റ് ആണെന്നിരിക്കട്ടെ ഒരു ഉദാഹരണം. ഇവിടെ ഞാൻ പറയാം ഐ ഈറ്റ്, വി ഈറ്റ്, ദേ ഈറ്റ്, യു ഈറ്റ്. അപ്പോൾ ഇത് കഴിക്കുന്നുണ്ടെന്ന് പറയാൻ, കഴിക്കുന്നില്ലെന്ന് പറയാനോ? ഐ, വി, യു, ദേ, ഇതിൻ്റെ എല്ലാം കൂടെ ഡു നോട്ട് കഴിഞ്ഞിട്ട് വേർബ് ഡു നോട്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി, അതായത് ഡോണ്ട് ഈറ്റ് എന്ന്. ഇനി ഒരാളെ പറ്റി പറയാനാണെങ്കിലോ, ഉദാഹരണത്തിന് ഹി, ഷീ അല്ലെങ്കിൽ രമ ഒക്കെ കഴിക്കുന്നുണ്ടെന്ന് പറയാൻ ഞാൻ ഈറ്റ്സ് എന്ന് പറയും. ഇനി ഈ ഒരാളെ പറ്റി തന്നെ കഴിക്കുന്നില്ല എന്ന് പറയാനോ ഞാൻ എന്താ ചേർക്കുക? ഡസ് നോട്ട് ഈറ്റ് എന്ന് പറയും. കണ്ടോ, ഡസ് നോട്ട് ഈറ്റ്.